ഡിസംബർ 1 വിശുദ്ധ എലിജിയൂസ്. എലോയി എന്നും അറിയപ്പെടുന്ന വിശുദ്ധ എലിജിയൂസ് ഫ്രാൻസിലെ ലിമോഗസിന് സമീപം ഏതാണ്ട് 590-ലാണ് ജനിച്ചത്. വളരെ വിദഗ്ധനായ ഒരു ഇരുമ്പുകൊല്ലനായിരുന്നു അദ്ദേഹം. പാരീസിലെ ക്ലോട്ടയർ രണ്ടാമൻ രാജാവിന്റെ കാലത്ത് അദ്ദേഹം രാജാവിന്റെ നാണയങ്ങൾ നിർമ്മാണശാലയിൽ മേൽനോട്ടക്കാരനായി നിയമിക്കപ്പെട്ടു. ക്രമേണ എലിജിയൂസ് രാജാവുമായി വളരെ അടുത്ത സുഹൃത്ത് ബന്ധത്തിലാവുകയും ഒരു ഇരുമ്പുകൊല്ലൻ എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തി പരക്കെ അറിയപ്പെടുകയും ചെയ്തു. വളരെയേറെ പ്രശസ്തനായിരുന്നുവെങ്കിലും എലിജിയൂസ് പാവങ്ങളോട് കരുണയുള്ളവനായിരുന്നു. അനേകം അടിമകളെ അദ്ദേഹം മോചനദ്രവ്യം നൽകി മോചിപ്പിച്ചു. കൂടാതെ അനേകം പള്ളികളും ആശ്രമങ്ങളും പണിയെടുപ്പിക്കുകയും ചെയ്തു. ദബോഗട്ട് ഒന്നാമനിൽ നിന്നും പാരീസിൽ തനിക്ക് ലഭിച്ച സ്ഥലത്ത് അദ്ദേഹം ഒരു വലിയ സന്യാസിനി മഠം പണി കഴിപ്പിച്ചു. ഒരു പുരോഹിതനായി ദൈവത്തെ സേവിക്കുക എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം നിറവേറ്റിക്കൊണ്ട് 640-ൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. പിന്നീട് നൊയോണിലെയും ടൂർണാലിയയിലെയും മെത്രാനായി വാഴിക്കപ്പെട്ടു. സുവിശേഷ പ്രഘോഷണത്തിൽ അടങ്ങാത്ത ആഗ്രഹവുമായി അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുകയും അനേകം സന്യാസിനി മഠങ്ങൾ പണിയെടുപ്പിക്കുകയും ചെയ്തു. തന്റെ കഴിവും സമ്പത്തും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുക എന്നത് ശരിക്കും ദൈവികമായ ഒരു കാര്യമാണ്. വിശുദ്ധ എലിജിയൂസ് എല്ലാവരാലും വളരെയേറെ ഇഷ്ടപ്പെടുകയും ധാരാളം പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഏതാണ്ട് 660-നോടടുത്ത് ഡിസംബർ 1 എലിജിയൂസ് മരണമടഞ്ഞു.